ഇപ്പോൾ 9 കൊല്ലമായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി UDF പ്രതിപക്ഷത്താണ്. 9 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ രണ്ടാമത്തെ ടേമിന് വന്നത് ലോകത്ത് കോവിഡിന്റെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പം അന്ന് ട്രംപ് ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ അധികാരത്തിൽ തിരിച്ചു വന്നു. അല്ല ശിവു, അതിൻ്റെ ഒരു ലോട്ടറി നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളൂ, അല്ല നിങ്ങളെ നേട്ടം കൊണ്ട് കിട്ടിയൊന്നല്ല. അന്നത്തെ ഒരു സാഹചര്യത്തിൽ വന്നതാ. ഇപ്പൊ വെട്ടിയാണ് വെച്ചോക്കട്ടെ, എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കുമോ? എന്തെങ്കിലും ഒരു ഉപകാരം സമൂഹത്തിനുണ്ടോ, സമുദായത്തിനുണ്ടോ? എനിക്ക് എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഈ പാർട്ടിയിൽ മുൻകാലങ്ങളിൽ ഒന്നിരുന്ന എന്നാൽ ഇടക്കാലത്ത് വിട്ടുനിൽക്കുന്ന ചില ആളുകളോട് ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മിക്കാണ്ട്, ലീഗ് എന്നൊരു വാപ്പുണ്ടാകുമ്പോഴൊക്കെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി നിലനിന്നും കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ഒരു വാപ്പാരും ഉണ്ടാവില്ല, അത് ലീഗിനെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഓർമ്മ ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിച്ച് കണ്ട് ഇങ്ങോട്ട് പോയി നിങ്ങൾ എവിടെ എത്തുക? നിങ്ങൾക്ക് എത്താൻ കഴിയുമോ? നിങ്ങൾ ആലോചിക്കണം, 980 ഇവിടെ കാരണന്മാരിക്കുണ്ടല്ലോ. 980 മുതലുള്ള കാലഘട്ടം എടുത്താൽ ഏതൊക്കെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന് എതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, അറബി ഭാഷ ഒരു ഭാഷയായി മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ആ ഭാഷ അങ്ങനെ 8000-ഓളം അറബി അധ്യാപകർ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകൾ അധ്യാപകരായി ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ശമ്പളം ലഭിച്ച് ജോലി ചെയ്തിരിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ അന്ന് EMSന്റെ കാലഘട്ടത്തിൽ ഭാഷ ഇല്ലാതാക്കാൻ അക്കമഡേഷൻ ക്വാളിഫിക്കേഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ പരതനായ കൊളത്തൂർ മുഹമ്മദ് സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ 3 കരിനിയമങ്ങൾ കൊണ്ടുവന്നത് എന്താണ്? കുട്ടികൾ ഇത്ര ആൾ വേണം എന്നാലേ പറ്റുള്ളൂ. അതിനെതിരെ നമ്മൾ സമരം ചെയ്തു. മലപ്പുറത്ത് അന്ന് നമ്മുടെ 3 സഹോദരന്മാർ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പതിന് വെടിയേറ്റ് മരിച്ചു. അന്ന് പിന്നെ അവസാനം നിങ്ങൾ എന്ത് ചെയ്തു? അത് പിന്നീട് പിൻവലിച്ചു. അന്ന് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്, എൻ്റെ വന്ദനായ നിങ്ങളുടെ പ്രിയങ്കരനായ സീതി ഹാജി, ഇങ്ങനെ എല്ലാവരും അഹമ്മദ് സാഹിബ്, ബീരാൻ സാഹിബ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ നിയമം നിങ്ങൾ കൊണ്ടുകൊണ്ട് നമ്മൾ പിൻവലിപ്പിച്ചു. പിന്നീട് നിങ്ങൾ വീണ്ടും 82 UDF അധികാരത്തിൽ വന്നു. അത് കഴിഞ്ഞ് 87 ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു. ആ കാലഘട്ടത്തിലെ നിങ്ങൾ പിന്നെ ശരീരത്തിനെതിരായിട്ട് പടവെഴുതിയത്. അന്ന് സെബാനു കേസ് സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായപ്പോൾ അന്ന് നാട് നീളെ സമുദായത്തിനെതിരെ പ്രചരണം നടത്തിയ ഒരു കൂട്ടമല്ലേ കമ്മ്യൂണിസ്റ്റുകാർ? നിങ്ങളൊന്ന് ആലോചിക്കണം. അന്ന് കോൺഗ്രസ്, രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ 401 MP-മാരുള്ള കോൺഗ്രസ് അന്ന് 3 ലൈൻ വിപ്പ് കൊടുത്തിട്ട് ലോക്സഭയിൽ സവാലു കേസിൽ സുപ്രീം കോടതി വിധി മറികടക്കുന്നതിനോട് നിയമം ഗുലാം മുഹമ്മദ് ബനാത്ത് വാല സാഹിബ് ഒരു പാർലമെന്റിൽ ഒരു പ്രമേയം കൊണ്ടപ്പോൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ബില്ല് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ബനാത്ത് വാല സാഹിബ് അത് പിൻവലിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ ബില്ല് പിൻവലിച്ച് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഒരു ബില്ല് കൊണ്ടുവന്ന് നമ്മളെ സഹായിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 401 MP-മാർ നമുക്കത് വോട്ട് ചെയ്തു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 42 MP-മാരുണ്ട്. ആ 42 MP-മാർ നമുക്ക് എതിരായിട്ടും വോട്ട് ചെയ്തു. അവിടെയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കാം. പിണറായി ഒരു നോൻപെടുക്കാൻ വിളിച്ചു പോകുന്നത് തക്കാലം വിചാരിച്ചാണ് അവിടെ പോയിക്കാണ്ട് പിണറായിന്റെ ആളായിട്ട് സമുദായ സേന ഉണ്ടാവില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലായി കൂടി. ഓർക്ക് ആ സമയത്ത് വോട്ടിട്ടിടന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ആലോചിക്കണം. പിന്നീട് നമ്മൾ ആ ഗവൺമെന്റ് പോയി. ആ പോയിട്ട് പിന്നെ 2001 നമ്മൾ അധികാരത്തിൽ വന്നു. അതിനുശേഷം ആര് വന്നു? MA ബേബിയൊക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ, അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു ഘട്ടം വന്നു. ആ സമയത്താണ് മതമില്ലാതെ ജീവൻ എന്നൊരു പാഠപുസ്തകം ഉണ്ടാക്കി. അങ്ങനെ 7ാം ക്ലാസ്സിൽ നമ്മളെ കുട്ടികളെ നിരീശ്വരവാദം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അന്നാണ് നമ്മുടെ യൂത്ത് ലീഗ് ഒരു ക്ലസ്റ്റർ സമരം നടത്തി. അന്നാണ് എൻ്റെ നിയോജന മണ്ഡലത്തിൽപ്പെട്ട എറണാകുളം നിയോജനത്തിലെ കീശ്ശേരിയിലെ ക്ലസ്റ്റർ യോഗം നമുക്ക് മാസ്റ്റർ ഹാർട്ട് അറ്റാക്കായി മരിച്ചു. അപ്പോഴാണ് നിങ്ങൾ അയാളെ യൂത്ത് ലീഗുകാർ ചവിട്ടിക്കൊന്നാണ് പറഞ്ഞ് എന്നിട്ട് നിങ്ങൾ അധികാരത്തിന് ഉപയോഗിച്ചുകൊണ്ട് 19 യൂത്ത് ലീഗുകാരുടെ പേരിൽ കൊലക്കേസിന് കേസെടുത്തു. അന്നാ ഞാൻ പറഞ്ഞ കള്ളസാക്ഷി പറഞ്ഞ കയ്യുകാലം പെട്ടു പറഞ്ഞു നിങ്ങളുടെ പേരിൽ കേസെടുത്തു. പക്ഷെ നിങ്ങൾ ആരും സാക്ഷി പറയാൻ വന്നില്ല. കാരണം കള്ളസാക്ഷി പറയട്ടോ, അയാൾ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചല്ലേ. പിന്നീട് എന്തായി? നിങ്ങൾ ആ സഭ പിൻവലിച്ചു. അന്ന് മുസ്ലിം ലീഗ് ശക്തമായ നിലപെടുത്തപ്പോൾ ആ പാഠപുസ്തകം പിൻവലിച്ചു. നിങ്ങൾ ആലോചിക്കണം. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ നമ്മൾ അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 2011 മുതൽ 16 വരെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് അല്ലേനോ. മുനീർ സാഹിബ് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായപ്പോൾ പാവപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ചെവി കേൾക്കാനും സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾക്കൊക്കെ കോൺഗ്രസ് ഇംപ്ലാന്റേഷൻ ഓപ്പറേഷൻ അടക്കം 10 ലക്ഷം രൂപ ചെലവിടുന്ന ഓപ്പറേഷൻ അടക്കം സൗജന്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് പോകുന്ന 2016 മുതൽ 21 പിണറായി വന്നു. നിങ്ങളോട് ഇവിടെ ഉബൈദ് സാഹിബ് പറഞ്ഞല്ലോ, വഖഫ് ബോർഡിൽ അംഗമാണല്ലോ ഉബൈദ് സാഹിബ്. MLA-മാരുടെ ഇതിനുള്ള പ്രതിനിധിയാണല്ലോ അദ്ദേഹം. അവിടെ എന്തെങ്കിലും ഉണ്ടായത്?
കേരളത്തിലെ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷന് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബില്ല് കൊണ്ടുവന്നു. അന്നത് ആ ബില്ല് വായിക്കുമ്പോൾ അതിന്റെ 3-ാം വായനയിൽ മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി ലീഡർ കുഞ്ഞാലിക്കുടി സാഹിബ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തിരുത്തേണ്ടി വരുന്നു. തിരുത്തൂലാണ് അത് അത്രയും വേണ്ടല്ലോ, ഞാനുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീനല്ലോ. എന്താ ഉണ്ടായത്? മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് വഖഫ് സംരക്ഷണ ഒരു റാലി നടത്തി. ഇതുണ്ടായി 5 ലക്ഷം ആൾക്കാർ പങ്കെടുത്തു. നിങ്ങളെ കൊണ്ട് പിറ്റത്തെ അസംബ്ലിയിൽ ആ മുഖ്യമന്ത്രിയുടെ നാമം തന്നെ അത് പാസ്സാക്കാൻ കൊടുത്ത സഭ പാസ്സാക്കണം എന്ന് പറഞ്ഞ് ഈ CPM അടക്കം വോട്ട് ചെയ്ത ആ ബില്ല് നിങ്ങളെന്നെ പിൻവലിച്ചില്ലേ? അതൊക്കെ തിരുത്തേണ്ടത് തിരുത്തിപ്പിക്കാൻ മുസ്ലിം ലീഗിന് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്താണ് വഖഫ്? നിങ്ങൾ മനസ്സിലാക്കണം, ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ ഹിന്ദു സമുദായത്തിലെ ആളുകൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിന് വരുന്ന വഖഫിന്റെ കാര്യം വരുമ്പോൾ അതിന്റെ നിയമനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? ഭരണഘടനാ പ്രകാരം അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ്. കാലാകാലങ്ങൾ അതാണ് ഇവർ മാറ്റാൻ നോക്കിയത്. അതിനെതിരെ നമ്മൾ സമരം ചെയ്ത്. അന്ന് നമ്മുടെ കൂടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എതിർത്ത്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു പ്രാദേശിക വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ അപ്പുറത്ത് പോയി ഇങ്ങനെ നിൽക്കണ്ട, ഇതിന് നിന്നോളി. ഇതിന് നിന്നാൽ അന്തസ്സോടെ അഭിമാനത്തോടു കൂടി നിലനിൽക്കാൻ കഴിയും. ഒരു പ്രയാസം വന്ന പാർട്ടിക്കാർ ഏറ്റെടുക്കും. ഏത്? ലീഗ് ഏറ്റെടുക്കും. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഏത് കാലഘട്ടത്തിലും CPM എന്ന് പറയുന്ന ഒരു പാർട്ടി നമുക്കെതിരുള്ളൂ. പിന്നെ ഇപ്പൊ CPM-നെ ഇപ്പൊ നാളെ വെള്ളാപ്പള്ളി പറഞ്ഞു അയാൾക്ക് മലപ്പുറത്ത് കൂടെ പോകുമ്പോൾ ശ്വാസം വിട്ടാ. അയാൾക്ക് അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ഒന്നും ശ്വാസം വിട്ടില്ല. പിന്നെ അവര് മലപ്പുറത്ത് കൂടെ പോയിട്ട് വേണം അയാൾക്ക് എപ്പോഴും ശ്വാസം വിടല്ലേ അവിടെ സംസാരിക്കുമ്പോൾ. ഇതിലാണ് പോകുമ്പോൾ മലപ്പുറത്ത് കൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് അച്യുതാനന്ദനും ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടികൾ നന്നായി റിസൾട്ടുകൾ വന്നപ്പോൾ അപ്പം പറഞ്ഞു കോപ്പി അടിച്ചാണ്. ഇന്ന് ഞാൻ SSLC റിസൾട്ടുകൾ നോക്കിയപ്പോൾ പത്രത്തിൽ നിങ്ങളാക്കി 2011 നമ്മൾ 3000-4000 A+. ഇപ്പൊ നമ്മൾ 11,000 ആയി. എവിടെ എത്തി? ഇപ്പൊ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയൊക്കെ നമ്മളെ 6ാമത്തെ നില, 1ാമത്തെ നില നിൽക്കുന്നത് നല്ല ദർജയിൽ നിൽക്കുന്നത് നമ്മളാ. അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാലഘട്ടത്തിൽ ആരാന്റെ വിറകൊട്ടികളും വെള്ളം കോരികളുമായിരുന്ന ഒരു സമൂഹം, ഒരു സമുദായത്തെ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പഠിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി, പിന്നീട് അതിനു മുമ്പ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പത്തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബും മഹാനായ ബാപ്പു കുരിക്കളും ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിസഭയിൽ അംഗമായപ്പോഴാണ് ഒരുപാട് സ്കൂളുകൾ വന്നത്. എന്റെ വന്ദനായ പിതാവ് നിങ്ങളുടെ പ്രിയങ്കനായ സീനിയാജി ഒരു ഘട്ടത്തിൽ കേരള നിയമസഭയിൽ വളരെ വികാര നിർഭരമായ ഒരു പ്രസംഗം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് LP ആണ്. LP എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കി ലോവർ പ്രൈമറി. അദ്ദേഹം പറഞ്ഞു, അല്ല, എന്റെ വിദ്യാഭ്യാസ യോഗ്യത LP എന്ന് പറയുന്നത്, അതിന് അദ്ദേഹം നിർവചനം കൊടുത്തു, ലോക പരിചയം എന്ന് പറഞ്ഞു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മഴ പെയ്തപ്പോൾ പോലും സ്കൂളിന്റെ വരാന്തയിൽ കയറാൻ യോഗ്യതയില്ലാത്തവനായിരുന്നു എന്ന് എന്റെ വന്യനായ പിതാവ് സീനിയാജി കേരള നിയമസഭയിൽ അന്ന് പ്രസംഗിക്കാൻ കാരണം അന്നത്തെ മലബാറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ. മഴ പെയ്താൽ ഒരു കുടയില്ലാത്തതിന്റെ പേരിൽ അന്ന് തൊപ്പിക്കുട ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കയറി നിൽക്കാൻ ഒരു സ്കൂളിന്റെ വരാന്തയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന് മലപ്പുറത്തും മലബാറിലും ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗിന് അധികാര പങ്കാളിത്തം ഉണ്ടായപ്പോഴാണ് പിന്നീട് മലബാറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നത്. 1979 ചാക്കി അഹമ്മദ് കുടി സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് 1977-78 കാലഘട്ടത്തിൽ ഇലക്ഷൻ കേസിൽ ഹൈക്കോടതി അയോഗ്യരാക്കിയപ്പോൾ ചാക്കിയിൽ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് SLC വിദ്യാഭ്യാസം എല്ലായിടത്തും ഒരു ഹൈസ്കൂൾ എന്നൊരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. അവിടുന്ന് അങ്ങോട്ട് വിദ്യാഭ്യാസം പടിപടിയായി നമ്മൾ ഉയർന്നു. കോളേജുകളില്ലാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നിങ്ങളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാരണന്മാർക്കറിയാം. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, യൂത്ത് ലീഗുകാർ മനസ്സിലാക്കണം, MSFകാർ മനസ്സിലാക്കണം, എന്റെ പ്രസംഗം കേൾക്കുന്ന മറ്റുള്ളവർ മനസ്സിലാക്കണം, എവിടെയായിരുന്നു ഈ സമൂഹം, ഈ സമുദായം എന്ന്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എവിടെയായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പാലക്കാട് ഒരു കോളേജ്, വിക്ടോറിയ കോളേജ് കഴിഞ്ഞാൽ, മഞ്ചേരി ഒരു NSS കോളേജ് കഴിഞ്ഞാൽ ഫറൂഖ് കോളേജ് മാത്രമേ ഉള്ളൂ. ബമ്പാട് അത്തമ്മോയി അധികാരി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളതായിരുന്നു. അദ്ദേഹമാണ് മമ്പാട് ഇന്ന് കാണുന്ന MES കോളേജ്. മഹാനായ ബാപ്പു കുരുക്കളും അത്തംകുട്ടി കുരുക്കളും ഒക്കെ അസംകുട്ടി കുരുക്കളൊക്കെ ഉള്ള ആ കാലഘട്ടത്തിൽ 25 ഏക്കർ സൗജന്യമായി അദ്ദേഹം കൊടുത്തിട്ടാണ് മമ്പാട് കോളേജ് ഉണ്ടായത്. അന്ന് ഫറൂഖ് കോളേജിന് ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് എന്താ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാക്കണോ? ലീഗിന്റെ അന്ന് നമ്മൾ തമിഴ്നാടിന്റെ ഭാഗ, അന്ന് മലബാറിലെ തമിഴ്നാടിന്റെ ഭാഗ ഉപ്പിസാഹിബ് അടക്കമുള്ള ആളുകൾ മലബാറിൽ അന്ന് MLA-മാരായി തമിഴ്നാട് നിയമസഭയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കോളേജ് നമുക്ക് അനുവദിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ 25,000 രൂപ കെട്ടിവെക്കണം. ആ 25,000 രൂപ കെട്ടിവെക്കാൻ നമുക്ക്
നമ്മുടെ പാർട്ടിക്ക് അന്ന് കഴിയാതെ വന്നപ്പോൾ 8,000 രൂപയ്ക്ക് അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അംബാസഡർ കാറ് വിറ്റിട്ടാണ് ലീഗ് ആ പൈസ കെട്ടിവെച്ചത്. അത്രത്തോളം വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി മുൻപന്തിയിൽ നിന്നൊരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാക്കണം. അവിടുന്ന് അങ്ങോട്ട് പടിപടിയായി നമ്മൾ ഉയർന്നില്ലേ, സംവരണം കൊണ്ടുവന്നില്ലേ. മുസ്ലിം നിങ്ങൾ ആലോചിക്കണം, 10%, 12% എങ്ങനെ സംവരണം? വിട്ടൂർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സംവരണം കൊണ്ടുവന്നു. എങ്ങനെ? ആ കാലഘട്ടത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ട് വന്നാൽ, റാങ്ക് ലിസ്റ്റ് വന്നാൽ നമ്മൾ എത്ര ആളുണ്ടാവും? 100 ആളെ പോലീസുകാരിൽ എടുത്താൽ 85ാമത്തെ ആളെയൊക്കെ റഷീഫ്. നിങ്ങളെ നാട്ടുകാരൊക്കെ കുറച്ചുകൂടി ഉണ്ടാവും. ഞങ്ങൾ മലബാറിലുള്ള ആൾക്കാർക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവില്ല 80. മഹാനായ CH മുഹമ്മദ് ഖായസായി 10 ആളുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 6ാമത്തെ ആൾ മുസ്ലിം ആയിരിക്കണമെന്ന് കേരളത്തിന്റെ സർവീസ് റൂളിൽ സ്റ്റാറ്റ്യൂട്ടിൽ എഴുതി ചേർത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ. അങ്ങനെ എല്ലാവരും കയറാൻ തുടങ്ങിയത്. ഇന്ന് നമ്മൾ എല്ലാ രംഗത്തെത്തി. കോളേജ് ഇല്ലാത്ത എല്ലാ മണ്ഡലങ്ങളിലും അബ്ദുറഹ്മാൻ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ കോളേജ് കൊടുത്തു, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തു, സ്വാശ്രയ കോളേജ് കൊടുത്തു. നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരാന്റെ വെറുകെട്ടികളും വെള്ളം കോരുകളുമായിരുന്ന ഒരു സമൂഹം, ഒരു സമുദായം ഇന്ന് എവിടെ എത്തിയെന്ന് കൊടുക്കണം ആലോചിക്കണം. അതിനൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനൊക്കെ ഒരു വിത്ത് വാങ്ങി കൊടുത്തത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഞാൻ ആ കാലഘട്ടത്തിൽ MLA ഒന്നല്ല. 2001 മുതൽ 2006 വരെ ശ്രീ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി സാർ UDFന്റെ കൺവീനർ, കുഞ്ഞാലി സാഹിബ് മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി ലീഡറും വ്യവസായ വകുപ്പ് മന്ത്രിയും സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും, കോരമ്പേൽ അഹമ്മദ് ഹാജി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ആദ്യമായി സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് 3 മെഡിക്കൽ കോളേജ് കൊടുക്കാൻ തീരുമാനിച്ചു. ഒന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക്, ഒരു മെഡിക്കൽ കോളേജ്, ഒന്ന് NSS, കേരളത്തിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞ NSS, നായർ സർവീസ് സൊസൈറ്റി. അതിന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി PK നാരായണപ്പണിക്കരെ വിളിച്ചിട്ട് ഉമ്മൻചാണ്ടി സാറും കുഞ്ഞാലി സാഹിബും ഒക്കെ ഒന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ നേതാക്കന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് തരാറുമ്പം അദ്ദേഹം പറഞ്ഞു 300 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനുള്ള ത്രാണിയിലല്ല ഞങ്ങളെന്ന് പറഞ്ഞു. നേരെ മറിച്ച് MES ഒരു മെഡിക്കൽ കോളേജ് കൊടുത്തു. ഒരു കാലഘട്ടത്തിൽ മഹാനായ CH മുഹമ്മദ് ഖായ സാഹിബിനെ മുസ്ലിം ലീഗിലെ പൊതുയോഗങ്ങളിലേക്ക് വന്നാൽ CH ഇതുപോലുള്ള കുഗ്രാമങ്ങളിൽ വന്നാൽ പ്രമാണിമാരായ ആളുകൾ CHനെ കണ്ടാൽ മാറിക്കും. അന്ന് വലിയ തറവാട്ടുകാരുടെ കയ്യിൽ സ്ഥലം ഉണ്ടാവുള്ളൂ, ഇന്നത്തെ മാതിരിയല്ല. അന്ന് ആരോട് 1 ഏക്കർ CH, 1 ഏക്കർ ഒരു LP സ്കൂളിന്, 2 ഏക്കർ സൗജന്യമായി കൊടുക്കണം, ഒരു സ്കൂൾ തരാൻ ആർക്കും വേണ്ട. ഇന്ന് സ്കൂൾ വേണമെന്നാണ് മഹമാലൊക്കെ 3 അക്ഷി മുമ്പിൽ ഉപേദിന്റെ പരിയിലുണ്ടാവും. രാവിലെ നമുക്ക് കേൾക്കണില്ല, എന്താ ചെയ്യാ, ഒരു നന്നായി പറഞ്ഞതാ ഉപേദ. അപ്പൊ അങ്ങനെ ഉള്ള ആ സ്കൂളുകളും കോളേജുകളും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ന് സ്കൂളും ഒന്നും ആർക്കും വേണ്ടാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ന് സ്ഥാപനങ്ങൾ നടത്താൻ നമ്മളെല്ലാവരും വെമ്പുകയാണ്. അങ്ങനെ MESന് കൊടുത്തു. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ 15 മെഡിക്കൽ കോളേജിൽ 6 മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥാവകാശം മുസ്ലിം സമുദായത്തിനാണ്. 114 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതിലിപ്പോ ഒരു 10 രൂപ പൂട്ടി. 52 ഉടമസ്ഥാവകാശം, അതിന്റെ മാനേജ്മെന്റ് ആരാണ്? മുസ്ലിം സമുദായമാണ്. 27 ഡെന്റൽ മെഡിക്കൽ കോളേജ് ഉണ്ട്, അതിലൊക്കെ 200 കോടി രൂപ മുടക്കണം. അതിന് 14 നടത്തുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും അടിസ്ഥാന കായുണ്ടായിട്ട് കാര്യമില്ല. അത് നടത്താനും അതിനുള്ള പ്രചോദനം, അവനൊരു ആത്മധൈര്യം, ആത്മവിശ്വാസം കൊടുക്കാൻ അത് ലീഗാണ് ഉണ്ടായത്. അങ്ങനെ സംവിധാനത്തിലായതുകൊണ്ടാണ് നമ്മളെ മക്കളൊക്കെ നന്നായി പഠിച്ചു. പഠിക്കാനുള്ള സൗകര്യം കിട്ടിയപ്പോൾ നല്ല കോളേജുകൾ വന്നു. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് വന്നു, മെഡിക്കൽ കോളേജ് വന്നു, നഴ്സിംഗ് കോളേജ് വന്നു, ഫാർമസിസ്റ്റ് കോഴ്സ് വന്നു. നമ്മളിപ്പോൾ മക്കൾ ഉഷാറല്ലേ. AK ആന്റണി ഒരു ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ തിരുവനന്തപുരത്തും ഡൽഹിയിലും 2 അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ ഇന്ന് പഴയ മുസ്ലിം സമുദായമല്ല, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും IIT പോലുള്ള എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ എൻട്രൻസ് ടെസ്റ്റ് നടത്തിയാൽ മുൻപന്തിയിൽ വരുന്ന ആദ്യത്തെ 10ൽ 4 മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെന്ന് AK ആന്റണിയെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിച്ചത് ഈ പാർട്ടിയുടെ ആ ഉള്ള ദീർഘവിഷമുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണെന്ന് മനസ്സിലാക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തേ കമ്മ്യൂണിസ്റ്റുകാർ എന്നിട്ട് ചെയ്ത് എന്തെങ്കിലും നേട്ടം കിട്ടിക്കണം നമുക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കേന്ദ്രത്തിനോട് ഒരു എയിംസിന്റെ ഒരു കോളേജ്, മെഡിക്കൽ കോളേജ് നമുക്ക് വാങ്ങിക്കൊണ്ടുവരാം ഈ ഗവൺമെന്റ് കഴിഞ്ഞോ? അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ CPMന്റെ ആളുകൾ, നിങ്ങൾ പോയിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഈ ബോർഡൊക്കെ കൂടെ നിങ്ങളൊരു ആരെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പോയിട്ട് നിങ്ങളെ മുഖ്യമന്ത്രി നിങ്ങളൊന്ന് കാണുമോ? എന്നിട്ട് നിങ്ങൾ 2 വർത്തമാനം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം നടത്തുക, അത് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും. ആർക്കെങ്കിലും മുഖ്യമന്ത്രി അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്തേക്ക് നമ്മുടെ കാരണന്മാരായാലും ആൾക്കാരായാലും MLA വേണ്ട, ഉബൈദ് വേണ്ട, ബഷീർ വേണ്ട, ചെന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് തീരുമാനം ഉണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും തീരുമാനമുണ്ടോ?
എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? നമ്മൾ അതൊക്കെ ആലോചിക്കണ്ടേ? ഒരു ജനകീയമായ ഒരു ഗവൺമെന്റ് ഉണ്ടായപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ, അവരുടെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ, വികസന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാം, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചത്. ഉബൈദ് സാഹിബ് 2011 മുതൽ 2016 വരെ ഈ നിയോജകമണ്ഡലത്തിന്റെ ഭരണകക്ഷി MLA ആയപ്പോൾ എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനം? 2016 മുതൽ 25 വരെ നിങ്ങൾ എന്തേ കൊടുത്തത്? നിങ്ങൾ ആകെ 5 കോടി രൂപ ഒരു MLAക്ക് അല്ലേ? 5 കോടി രൂപ ബഡ്ജറ്റ് തരും. അതല്ല നമ്മൾ എഴുതി കൂടെ 20 വർക്ക് നമ്മോട് ചോദിക്കും, അതിൽ 5 വർക്ക് നമ്മോട് സെലക്ട് ചെയ്യാൻ പറയും. 5 വർക്കിനല്ലേ നിങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുള്ളൂ. പിന്നെ കെട്ടി ആഘോഷിക്കപ്പെട്ട കിഫ്ബി അതിൻ്റെ ഒരു പദ്ധതി അത് കൊടുത്താൽ, നമ്മളൊരു പ്രപ്പോസൽ കൊടുത്താൽ 7 കൊല്ലം കഴിയും അതിൻ്റെ ഒരു ഭരണാനുമതി കിട്ടി, അതിൻ്റെ ടെൻഡർ കഴിഞ്ഞ് അതിൻ്റെ വർക്ക് നടക്കണമെങ്കിൽ കട്ടുമുടിച്ചല്ലേ. ഇപ്പം നിങ്ങൾ ആലോചിച്ചത് 40 കോടി രൂപ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് വായ്ത്തുപാട്ടാണ്. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പറയും, എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ നടക്കും. പിന്നെ ആ പാർട്ടി നിങ്ങൾ ചോദിച്ചാൽ ആ പാർട്ടി ഞാൻ കമ്മ്യൂണിസ്റ്റുകാരോട് ഇവിടെ അങ്ങനെ എല്ലാം എന്നറിയാം. നമ്മളിവിടെ ഒറ്റക്കുന്ന 400-500 കൊണ്ട് ജയിച്ച ഒരു സ്ഥലമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെ പാർട്ടി എവിടെ എത്തി? 34-35 MP മാരുണ്ടായിരുന്നു ബംഗാളിൽ, വട്ടപൂജ. ബംഗാളിൽ നിങ്ങൾക്ക് MLA മാരുണ്ടോ? വട്ടപൂജ. നിങ്ങളങ്ങനെ ഞങ്ങളെ കുറ്റം പറയില്ല, നിങ്ങൾ കേരളമുള്ളൂ, ഞങ്ങളത്രങ്ങളില്ലാന്ന്. തമിഴ്നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞങ്ങളെ കൂടെ സഖ്യം ചെയ്തോണ്ട് നിങ്ങൾക്ക് 2 MP ഞങ്ങൾക്കുണ്ട് അവിടെ 1. ഇവിടെ ഞങ്ങൾക്ക് 2 ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യ പാർലമെന്റിൽ 5 ആളുണ്ട് മൊത്തം. ഇങ്ങക്കോ? നിങ്ങൾ ആകെ 3 ഉള്ളൂ. ഇങ്ങക്ക് അവിടെ വോട്ട്. എന്നിട്ട് ഇങ്ങനെ ബൂർക്കും നിങ്ങളിങ്ങനെ ഓൾ ഇന്ത്യ പാർട്ടി വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഞാനിതൊക്കെ നിയമസഭയിൽ പറയല്ലോ, ഒരക്ഷരമായിട്ട് നിങ്ങൾ മുണ്ടൂല, ഒരക്ഷരമായിട്ട് നിങ്ങൾ മുണ്ടൂല. എവിടെ ഉള്ളത്? നിങ്ങൾ പറയും ഞങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ ബംഗാൾ പോയി 25 കൊല്ലം ഭരിച്ച ത്രിപുരയിൽ അവിടെ സീറ്റില്ലാതെയായി. ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടി സാറ് മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ 37,000 വോട്ടിന് ജയിച്ചപ്പം അത് സഹതാപം കൊണ്ടാണ് തന്നെ. ആ സമയത്താണ് ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു MLA, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആള് MLA മരിച്ചു. അയാളെ മകനെ നിർത്തി. 50,000 വോട്ട് തൊട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ വാപ്പാക്ക് എൻ്റെ മകന് സഹതാപം കിട്ടിയില്ല ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും ജയിച്ചാൽ അത് പിന്നെ സഹതാപമായി. പാലക്കാട് 18,000 വോട്ടിന് UDF ജയിച്ചപ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമി ജയിച്ചു. ഞാൻ അങ്ങനെ ആലോചിക്കാണ്, ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് SDPക്കൊക്കെ എത്ര വോട്ടുണ്ടെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ ഞമ്മക്കാർക്കും അറിയില്ല. പാലക്കാട് നമ്മൾ 18,000 വോട്ട് ജയിച്ചപ്പോൾ അവിടെയും അത് എവിടെയൊക്കെ വർഗീയമായിട്ട് ചേരിതിരിവുണ്ടാക്കി കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമാണ്. നിങ്ങൾ ആലോചിക്കണം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ BJP CPM അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി. സുരേഷ് ഗോപിയുടെ വിജയമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ആ പൂരം കലക്കിയല്ലോ. ഇന്നത്തെ റവന്യൂ മന്ത്രി K. രാജൻ MR അജിത് കുമാറിന് ആ IG-ക്കെതിരെ ഒരു മൊഴി കൊടുത്തിട്ട് പോലും അത് ഗവൺമെന്റ് പരിഗണിച്ചില്ലല്ലോ. അപ്പം അയാൾ DGP കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എവിടെയാണ് ധാരണ എന്നത്. സ്വന്തം മകളുടെ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നടക്കാണ് CPM. പാർട്ടിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? വലിയ പൈസക്കാരെ പാർട്ടിയല്ലേ. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് പറഞ്ഞേ, ഇപ്പോൾ കോർപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗതികേടിലേക്ക് ആ പാർട്ടി എത്തി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം UDF നമുക്കൊരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രയാസം വന്നാൽ നമ്മളെ സഹായിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെ കൂടെ നിന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസിന്റെ സുഖത്തിന്റെ ദുഃഖത്തിലും മുസ്ലിം ലീഗിന്റെ സുഖത്തിന്റെ ദുഃഖത്തിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിന്നുണ്ട്, കോൺഗ്രസ് ലീഗിന്റെ കൂടെ നിന്നുണ്ട്. UP അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി അവർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏക MP ആയിരുന്ന നമ്മുടെ പ്രിയങ്കരനായ അഹമ്മദ് സാഹിബിനെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി നമ്മൾ മലപ്പുറത്ത് പരാജയപ്പെട്ടപ്പോൾ നമ്മളെയൊക്കെ വിഷമിപ്പിച്ചിട്ട് എന്താ ഇതിന് പോത്തിന് പച്ചപ്പെയിന്റ് അടിച്ചു കാണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിന്. അതിലാണ് അഹമ്മദ് സാഹിബിനെ സോണിയാഗാന്ധിയാണ് മന്ത്രിയാക്കി. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർ പോയത്. അച്യുതാനന്ദനടക്കം 42 CPM-ന്റെ MP-മാരുടെ പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞപ്പോഴും അതൊക്കെ ഒഴിവാക്കി. അത് പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ലീഗിന് അന്ന് ആ മന്ത്രിസ്ഥാനം എന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ 10 കൊല്ലം നമ്മൾ ഭരിച്ചില്ലേ. ഇപ്പോൾ അവിടെ ഉബൈദ് സാഹിബ് പറഞ്ഞല്ലോ, കേന്ദ്ര വഖഫ് നിയമം വന്നപ്പോൾ അതിൽ 232 MP-മാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ ഒക്കെ അഭ്യർത്ഥന പ്രകാരം വഖഫിനെതിരായിട്ട് വോട്ട് ചെയ്തു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, എല്ലാ വിഭാഗമുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാ വിഭാഗക്കാരും ആ വഖഫ് സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി വോട്ട് ചെയ്തു.
അവിടെയാണ് നമ്മൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടി എന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശമെന്ന് എനിക്കറിയാം. പണ്ട് ആനക്കായത്ത് എന്നാൽ എന്താ ആ പറയാം, ആനക്കായത്തൊക്കെ അവിടെ അന്ന് കച്ചറയാണ്, അന്ന് എപ്പോഴും വാർക്കിശാലായിട്ട് നമ്മൾ വിട്ടും കുത്തുക അല്ലേ ഉപേദ. അന്ന് വാപ്പ വന്ന് കാണുന്നവർക്കൊക്കെ ഉസിറ് തരില്ല, ഏത് പ്രയാസം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളെ കൂടെ ഞാനുണ്ടാവും. ഞാൻ അന്ന് ലീഗ് ഓഫീസിൽ കട്ടിലെച്ച വാപ്പയാണ്. കാരണം എന്താ, അന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസമാണ് കമ്മ്യൂണിസ്റ്റുകാർ, അന്ന് നിങ്ങളങ്ങനെ ആക്രമിക്കാന്. അന്ന് നിങ്ങൾക്ക് ഏറനാടിൻ്റെ ശൗര്യം ഉണ്ടായിരുന്നു. എൻ്റെ വന്ദനായ പിതാവ് എല്ലാ രംഗത്തും നിങ്ങളുടെ മുൻപന്തിയിലുണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം ബേജാറാണ്ട, നിങ്ങളാരും പേടിച്ചും വേണ്ട. പ്രയാസം പ്രതിസന്ധി വന്നാൽ നിങ്ങളെ കൂടെ ലീഗ് ഉണ്ടാവും, ഞങ്ങളുണ്ടാവും. നിങ്ങൾ അങ്ങനെ ഒന്നും ആരും പേടിച്ചണ്ട, അങ്ങനെ ഒന്നും പേടിച്ച് നടക്കും വേണ്ട. അങ്ങനെ ഒരു കുറേശ്ശികളൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി. അതിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കണ്ട് നേരിട്ട് ഞാനൊക്കെ അതാണ്ട് വരണ്ട്. ഉബൈദ് കുറച്ച് സമയത്തേക്കാരും ബഷീറിനെ ഉണ്ടാവില്ല, അത് ഞാൻ പറഞ്ഞേ. ഉബൈദിന് പിന്നെ അങ്ങനെയാണ് ആക്കി കണ്ട് ആട് പോകുന്നുള്ളൂ, അതിന് കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ നമ്മള് ഒരു പാർട്ടിയിൽ എല്ലാവരും വേണം, ഒരു പാർട്ടിയിൽ എല്ലാവരും ഉണ്ടാവും. ഇങ്ങളൊരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രയാസം വന്നാൽ മുസ്ലിം ലീഗുകാരനെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രതികളിൽ ആരെങ്കിലും നേരിട്ടാൽ അതിനെ ശക്തമായി എതിർക്കാൻ, അവനെ തളക്കാൻ ലീഗ് ഉണ്ടാവും, ലീഗിന്റെ നേതൃത്വം ഉണ്ടാവും, ഞാൻ അടക്കമുള്ളവരുണ്ടാവും എന്നാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. അങ്ങനെ ആരും ബേജാറൊന്നും വേണ്ട. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനേക്കാളൊക്കെ വലിയ കുറേശ്ശികളൊക്കെ കഴിഞ്ഞിന്. ആനക്കാലത്ത് ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ പോലും നോക്കിയിന് നിങ്ങൾക്കറിയില്ല. നമ്മൾ അതിന് എത്ര ഉണ്ടായിന് അവിടെ ബാങ്കിന് ഇലക്ഷൻ നടത്തി നമ്മൾ. അന്ന് ആനക്കായ ബാങ്ക്, ഇവിടെ പന്തല്ലൂർ, ഇതൊക്കെ പ്രശ്നങ്ങളില്ലല്ലോ. ഇന്നിപ്പോൾ പാർട്ടി വളർന്ന് വലുതായില്ലേ. ഇന്ന് പഞ്ചായത്ത് ഒരു പ്രാവശ്യം ഒറ്റക്ക് വരിച്ചില്ലേ, ഒരു പ്രാവശ്യം നമ്മൾ ആരും ഇല്ലാതെ വരിച്ചില്ലേ, സഖ്യം ചെയ്യാൻ വേണ്ടി കണ്ട് പലപ്പോഴും നോക്കിയില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ UDF ആയില്ലേ, ബാങ്ക് 3 നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ. അതൊക്കെ എന്താ, നിങ്ങളുടെയൊക്കെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് പാർട്ടിക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത്. ആ നേട്ടങ്ങൾ ഇനിയും നിങ്ങൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ഏത് കാര്യത്തിലും പാർട്ടിയും പാർട്ടി നേതൃത്വവും അതിനു വേണ്ടിയിട്ട് ഫണ്ട് ശേഖരണം നമുക്കറിയാം. അതിന് 10 വർഷമായിട്ട് മുസ്ലിം ലീഗ് എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ചെറുതായിട്ട് ഒരു സൂചന അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ എല്ലാ ആളുകളും ജാതി മതഭേദമന്യേ ആളുകൾ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഇതൊക്കെ കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു വിശ്വസ്തതയും അതുപോലെ തന്നെ സ്വീകാര്യതയും വളരെ വലുതാണ്. ഇനിയുള്ള തലമുറക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അത്രത്തോളം പ്രവർത്തനങ്ങൾ അടുത്തൊരു 10-50 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനടക്കമുള്ള ആളുകൾക്ക് നമ്മൾ ആ ഒഴുക്കിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ നമുക്ക് ആക്കി വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം എല്ലാ തലത്തിലും നമ്മളെ നാട്ടുമ്പുറത്താണെങ്കിലും മറ്റുള്ള മേഖലകളിലാണെങ്കിലൊക്കെ മഹല്ലുകൾ തുടങ്ങിയിട്ടുള്ള പഞ്ചായത്ത്, ഇങ്ങനെയുള്ള എല്ലാ പ്രദേശത്തും അതിൻ്റേതായ ഇടപെടലുകളും കാര്യങ്ങളും സമാധാനപരമായിട്ടുള്ള ചിന്തകളും അതിലേക്ക് ആളുകളെ കൊണ്ടുവരാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്നതിലും അത് പരിഹരിക്കുന്നതിലും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, പഞ്ചായത്ത് തലത്തിലുള്ള ഫണ്ടുകളാവട്ടെ, മറ്റു മുനിസിപ്പൽ തരംഗത്തിലുള്ള വികസനങ്ങളാവട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്തിലും നമ്മളുടെ പാർട്ടിക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കണ്ണൂരിലാണെങ്കിലും കാസർഗോട്ടാണെങ്കിലും കൊല്ലത്താണെങ്കിലും തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ഓരോ വാർഡുകൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം രാഷ്ട്രീയമായിട്ട് ഉയർന്ന് ചിന്തിക്കുന്ന യുവതലമുറകളും അതുപോലെ തന്നെ അവിടുത്തെ കാരണവന്മാരൊക്കെ. അതേസമയത്ത് തന്നെ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹല്ല്, നമുക്കറിയാം, ഒരു മഹല്ല്, പള്ളി, മദ്രസ സ്ഥാപനങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ ആ മഹല്ല് അതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഉളിയത്താവട്ടെ അല്ലെങ്കിൽ മദ്രസിൻ്റെ മറ്റ് ചെലവുകളാകട്ടെ അല്ലെങ്കിൽ മരണം ആവട്ടെ, ഇതെല്ലാം മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, കുടുംബ പ്രശ്നങ്ങളാവട്ടെ, അപ്പോൾ ഇതൊക്കെ എല്ലാ ഉയർന്ന വലിയ പദവിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അവരെ വീടുകളിൽ അവർ എത്രത്തോളം ക്രിയാത്മകമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ മുതിരുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ വാർഡിലുള്ള അവിടുത്തെ നേതാക്കന്മാർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് ആ നാട്ടിലുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ, അത് അവർ ഹോസ്പിറ്റലിൽ നിന്ന്, നമുക്കറിയാം ഹോസ്പിറ്റൽ കേസുകൾ കണ്ടമാനം വരികയും അതിന് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ വലിയ തുക അവിടെയാണോ പ്രയാസപ്പെടുന്നത്,
ഹോസ്പിറ്റൽ കേസാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ കാര്യങ്ങൾ, കുട്ടികളുടെ +2 +1 അഡ്മിഷൻ്റെ കാര്യങ്ങൾ. നമുക്കറിയാം ഇപ്പം SLC വലിയ മുന്നേറ്റമാണ് നമ്മുടെ കുട്ടികൾ നടത്തിയിട്ടുള്ളത്. ആ കുട്ടികൾക്ക് ഒരു കുട്ടിയെയും അവർക്ക് സീറ്റ് കിട്ടാത്ത കുറേ സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. ഇപ്പോൾ ജയിച്ച കുട്ടികളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവും കഴിഞ്ഞ 10-20 വർഷമായിട്ടുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ല സ്കൂളുകൾ വളരെ കുറവാണ്. ഇത്രയും കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ആളുകൾ കൃത്യമായിട്ടുള്ള സമയത്ത് ഇടപെടുകി അതിലൊക്കെ ഇൻവോൾവ് ചെയ്ത് ആ കുട്ടികളെ അവരുടെ പഠനത്തിലൊരു തടസ്സവും വരാത്ത രീതിയിൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇടപെടുകയും അവരെ പഠനം തുടരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന അവസ്ഥകളിലൊക്കെ, അതുപോലെ തന്നെ ബൈത്തുർ റഹ്മാൻ അടക്കമുള്ള മഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അതേ സമയത്ത് മൺമറഞ്ഞു പോയിട്ടുള്ള നേതാക്കന്മാർ അവരുടെ അനുസ്മരണങ്ങളും കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള എല്ലാത്തിലും വളരെ സജീവമായിട്ട് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഇലക്ഷൻ വരികയാണെങ്കിൽ തന്നെ, പഞ്ചായത്താണെങ്കിലും മറ്റു ഇലക്ഷനൊക്കെ വരുമ്പോൾ തന്നെ അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം സിസ്റ്റമാറ്റിക്കായിട്ട്, എന്നാലോ കുറേ പ്ലാനിങ്ങും കുറേ ബുദ്ധിജീവികളും അങ്ങനെയുള്ളൊരു പ്രസ്ഥാനമൊന്നുമല്ല. പക്ഷേ ഇതിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാനും പറ്റിയ ആ ഒരു ആളുകളും ഒക്കെ ആയിട്ട്, നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ബന്ധവും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രയാസവുമില്ല, ഒരു പ്രതിസന്ധിയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നേതാക്കന്മാർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക സ്നേഹവും താല്പര്യങ്ങളും അതൊക്കെ വളരെ സിംപിൾസിറ്റി ആയിട്ടുള്ള ആ രീതിയിൽ ചിന്തിക്കുന്ന നേതാക്കന്മാരുടെ കഴിവ് തന്നെയാണ്. അപ്പം ഇതിലൂടെ ഓരോ തലമുറകൾക്കും കൈമാറി കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ. പ്രത്യേകിച്ച് ഈ പ്രദേശത്തൊക്കെ വളരെ പഞ്ചായത്ത് ഇലക്ഷനും മറ്റുമൊക്കെ വരികയാണ്. അതിലൊക്കെ നമുക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തി പകരുവാനും വിജയിപ്പിക്കുവാനും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സജീവമാക്കാൻ സാധിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അതിനുശേഷം നമുക്കറിയാം നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കുറേ പുതിയ യുവാക്കളായിട്ടുള്ള കുറേ ആളുകൾ പഞ്ചായത്തിലും അതുപോലെ തന്നെ നിയമസഭയിലൊക്കെ പുതിയ MLA-മാരെയൊക്കെ നമുക്ക് കാണാൻ ഉള്ള സാധ്യതകളുണ്ട്. എല്ലാത്തിലും നമുക്ക് വലിയ പ്രതീക്ഷകളും പുതിയ നമ്മളെ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടാക്കുന്ന തരത്തിലുള്ള പദ്ധതികളും എല്ലാവരെയും ഈ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കുവാനും ഈ പ്രസ്ഥാനത്തോട് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള കുറേ സർപ്രൈസുകൾ നമ്മുടെ പ്രസ്ഥാനം എപ്പോഴും നമുക്ക് തരാറുണ്ട്. ഇനിയും പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഈ മഹത്തായിട്ടുള്ള ഈ പരിപാടി എത്രത്തോളം ഗംഭീരമാക്കി അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ള നമ്മുടെ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ, നമുക്കറിയാം ഒരു വാർഡ് കമ്മിറ്റി ഇത്രയും മനോഹരമായിട്ട് വളരെ നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം വെക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് നമ്മുടെ പുതിയ തലമുറയൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF ഒക്കെ തരുന്ന എല്ലാ പ്രോഗ്രാമുകളും പദ്ധതികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. ഈ മഹത്തായിട്ടുള്ള പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായ വേദിയിൽ ഒരു ഉപഹാര സമർപ്പണത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മുസ്ലിം ലീഗ് ദേശീയ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട KV മുഹമ്മദ് അലി എന്ന നമ്മുടെ കുഞ്ഞാൻ കാക്കാക്ക് കിഴക്കുംപറമ്പ് യൂണിറ്റ് മുസ്ലിം യൂത്ത് ലീഗ് നൽകുന്ന സ്നേഹോപഹാരം പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ സമർപ്പിക്കുകയാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കുഞ്ഞാങ്കാക്കയെയും നൽകുന്നതിന് വേണ്ടി മൊയ്ൻ അലി ശിഹാബ് തങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അടുത്തതായി MSF സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അഖിൽകുമാർ ആനക്കയത്തിന് കിഴക്കുംപറമ്പ് യൂണിറ്റ് മുസ്ലിം യൂത്ത് ലീഗ് നൽകുന്ന സ്നേഹോപഹാരം PK ബഷീർ MLA സാഹിബ് നൽകുന്നു. സ്വീകരിക്കുന്നതിനു വേണ്ടി അഖിൽകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മിസ്റ്റർ കേരള മത്സരത്തിൽ കിഡ്സ് വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കിഴക്കുംപറമ്പിൽ നിന്നും കിഡ്സ് വിഭാഗത്തിൽ മത്സരയിനത്തിൽ പങ്കെടുത്ത ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിഡ്സ് വിഭാഗത്തിൽ പങ്കെടുത്ത മുഹമ്മദ് ഷർഹാൻ പി എന്ന വിദ്യാർത്ഥിക്ക് കിഴക്കുംപറമ്പ് യൂണിറ്റ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്നേഹോപഹാരം നമ്മുടെ പ്രിയപ്പെട്ട MLA പി ഉബൈദുള്ള സാഹിബ് സമർപ്പിക്കുന്നു. ഇന്നലെ പുറത്തുവന്ന SSLC എക്സാം റിസൾട്ടിൽ കിഴക്കുംപറമ്പിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഫാത്തിമ ഹന്ന O ഡോക്ടർ ഓഫ് മുഹമ്മദ് എന്ന വിദ്യാർത്ഥിക്ക് കിഴക്കുംപറമ്പ് വനിതാ ലീഗ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം ഉബൈദുള്ള MLA നൽകുന്നു. സ്വീകരിക്കുന്നതിനു വേണ്ടി ഫാത്തിമ ഹന്ന എന്ന വിദ്യാർത്ഥിയെയും നൽകുന്നതിന് വേണ്ടി ഉബൈദുള്ള MLAയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം ഫുൾ A+ നേടിയ ഫാത്തിമ റിസ്ന O ഡോക്ടർ ഓഫ് റഷീദ് എന്ന വിദ്യാർത്ഥിനിയെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 9 A+ നേടി ഫുൾ A+ നേടി മികച്ച വിജയം കാഴ്ചവെച്ച ഷദ MP എന്ന വിദ്യാർത്ഥിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫുൾ A+ നേടിയ ആൽബിൻ ജോസഫ് U എന്ന വിദ്യാർത്ഥിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 9 A+ നേടി മികച്ച വിജയം കാഴ്ചവെച്ച മുഹമ്മദ് സിനാൻ PK എന്ന വിദ്യാർത്ഥിയെയും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫാത്തിമ റിസ്ന, ഷഹദ MP, ആൽബിൻ ജോസഫ്, മുഹമ്മദ് സിനാൻ PK. മുഴുവൻ വിദ്യാർത്ഥികൾക്കും കിഴക്കുംപറമ്പ് യൂണിറ്റ് മുസ്ലിം യൂത്ത് ലീഗിന്റെ 1000 അഭിനന്ദനങ്ങൾ. ഈ കിഴക്കുംപറമ്പ് പ്രദേശത്ത് ഹരിത രാഷ്ട്രീയത്തിന് വെള്ളവും വളവും നൽകിയ ആയുസ് മുഴുവൻ ഹരിത രാഷ്ട്രീയത്തിന് സമർപ്പിച്ച് പ്രപഞ്ചനാഥന്റെ വിളിക്കുതരം നൽകിയ കാലത്തിന്റെ മറുതീരത്തേക്ക് യാത്രയായ മർഹൂം ചെറുഹാജി നാണി മുസ്ലിയാർ തുടങ്ങിയവരുടെ അമരസ്മരണയിൽ